പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വചനജാലകത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 57-ാമത്തെ എപ്പിസോഡാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ നോക്കുകയുണ്ടായി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുന്ന ആ ഒരു രംഗവും, ആ പെസഹ അത് അവസാനത്തെ പെസഹ ആയിരുന്നു. അതിനെ തുടർന്ന് കർത്താവ് ലോർഡ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ പ്രത്യേകമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ആ ഭാഗത്ത് ചിന്തിച്ചതാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന ജൂഡസിനെ കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ആ ഭാഗവും യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വാക്യങ്ങളുമായിട്ട് നമ്മൾ കോർത്തിണക്കിയാൽ ജൂഡസിനെ അൺമാസ്ക് ചെയ്യുന്നത് നമ്മൾക്കവിടെ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ജീസസിൻ്റെ ഏറ്റവും അവസാനത്തെ ടീച്ചിങ്സ് ഈ അപ്പർ റൂമിൽ വെച്ച് കൊടുക്കുന്നതും, അതുപോലെ തന്നെ മഹാപുരോഹിത പ്രാർത്ഥന എന്നീ കാര്യങ്ങളിലൂടെ ആ സമയത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതൊക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വിഷയങ്ങളാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് 27-ാം വാക്യം മുതൽ നമ്മുടെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യത്തിൻ്റെ നിവൃത്തി സംഭവിക്കാൻ പോവുകയാണെന്ന് യേശു പിന്നെയും അവിടെ വെച്ച് പ്രൊഫസൈ ചെയ്യുകയാണ്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. നമുക്ക് ഏറ്റവും ഗൗരവമുള്ള ഈ വിഷയങ്ങൾ ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിലെ അവസാന ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാർക്ക് എന്ന സുവിശേഷകൻ ഈ ലാസ്റ്റ് വീക്കിന് വളരെ പ്രാധാന്യത കൊടുത്തിട്ടുണ്ട് എന്ന് മറ്റ് എപ്പിസോഡുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ. നമുക്ക് കർത്താവിൻ്റെ ദാസിൽ നിന്ന് കേൾക്കാം. സാജു ബ്രദറെ, ഈ എപ്പിസോഡിൽ നമുക്ക് 27 മുതലുള്ള വാക്യങ്ങളിൽ വാസ്തവത്തിൽ ഈ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് അടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. കർത്താവ് ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നും ഇവരെല്ലാവരും കർത്താവിനെ ഡെസേർട്ട് ചെയ്യുമെന്നും കർത്താവ് പറയുകയാണ്. ഒരു ഹ്യൂമൻ വ്യൂ പോയിന്റിൽ നമ്മൾ ഇതിനെ ചിന്തിച്ചാൽ, ഇപ്പം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ ഒരാൾ ഒറ്റിക്കൊടുക്കുക, നമ്മളെ എല്ലാവരും കൈവിടുന്ന അനുഭവങ്ങൾ പോലെ അങ്ങനെയൊക്കെ ജീവിതത്തിൽ പലർക്കൊക്കെ ഒരു പക്ഷെങ്കിൽ ഉണ്ടാകാം. അതിൻ്റെ നടുവിൽ ദൈവം വെച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മളെ തളർത്തുന്ന ഒരനുഭവങ്ങൾ ഹ്യൂമൻ നമ്മുടെ ക്യാരക്ടറിലുണ്ട്. പക്ഷെ ജീസസിനെ നമ്മൾ കാണുന്ന ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് ഇതൊക്കെ അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് അവരെ പ്രേയറിനായിട്ടൊക്കെ പിന്നീട് പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ നടുവിൽ പിതാവ് വെച്ചിരിക്കുന്ന ഈ ദൗത്യം എത്ര സ്ട്രോങ് ആയിട്ടാണ് കർത്താവ് നിവർത്തിക്കാനായിട്ട് ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് ദൈവദാസന് ഉള്ള ഒരു ദൈവാലോചന ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും നമ്മളിവിടെ കാണുന്നത് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 26-ാമത്തെ വാക്യത്തിൽ പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരായിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഒലിവുമലയിലേക്ക് അവർ പോവുകയാണ്. അവര് ഒരു ഹിം, അത് പെസഹായി കഴിഞ്ഞതിന് ശേഷം അവർ സാധാരണ പാടുന്നതായ ഒരു പാട്ട്, സങ്കീർത്തനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രഗീതം എന്നുള്ളതാണ്, അല്ലാതെ വിലാപഗീതമല്ല, ഒരു സ്തോത്രഗീതം. അപ്പൊ അവിടെ തന്നെ ആ സ്തോത്രഗീതം പാടുമ്പോൾ
ഈ എല്ലാ പ്രതിസന്ധിയും സംഭവിക്കാൻ പോകുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന് ശരിക്കും അറിയാമല്ലോ വരാൻ പോകുന്നത് എന്താണെന്നുള്ളത്. കറക്റ്റ് പെർഫെക്റ്റ് നോളജ്. പെർഫെക്റ്റ് നോളജ്. അതെ, ഓരോ കാര്യം, അതും കർത്താവ് പറയുന്ന പല കാര്യങ്ങളും പഴയ നിയമത്തിൽ ഉള്ള ഉദ്ധരണികളെ കോട്ട് ചെയ്തുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് ഹി ഈസ് ദ മസായ. അതെല്ലാം കർത്താവിന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്നിട്ടും ഒരു സ്തോത്രഗീതം പാടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. Yeah. അപ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായത് എത്ര ജെന്യുവിനാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ്. എല്ലാവരും വളരെ ജെന്യുവിനാണ്. അല്ലാതെ ഇതിനകത്ത് ആകപ്പാടെ യൂദാസാണ് കള്ളത്തരം കാണിച്ചത്. അതെ, ബാക്കി ആരും, പത്രോസ് ഉൾപ്പെടെ ആരും കള്ളത്തരം കാണിക്കുന്നില്ല. അതെ, അതാത് സമയങ്ങളിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സിന്റെ നടുവിലുള്ള ഹ്യൂമൻ ക്യാരക്ടർ അവിടെ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ യൂദ ഇവിടെ ഇല്ല താനും. ഈ ഒലിവുമലയിലേക്ക് അവർ പോകുമ്പോഴത്തേക്ക് യൂദ അവിടെ ഇല്ല. കാര്യം യൂദ കാശ് വാങ്ങിച്ച് അവരെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു, അവരൊക്കെ ഒരു വാർണിംഗ് പോലെ പറയുകയാണ്, നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഇപ്പോഴുണ്ട്, പക്ഷേ നിങ്ങൾ ഇത് ഒത്തിരി സമയം കാണുമെന്ന് എനിക്കറിയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു അവരോട് നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സെക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ അത് കർത്താവ് കോട്ട് ചെയ്യുക. അതെ. അപ്പോൾ ദൈവവചനത്തിൽ എല്ലാം, പ്രത്യേകിച്ച് മശിഹയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചന നിവൃത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് തന്നെ ഒരിക്കൽ ഫരീസയരോട് പറഞ്ഞതാ, മോസസ് റോട്ട് അബൌട്ട് മീ. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ മോശൈക ഗ്രന്ഥങ്ങളും അല്ലാതെ ഓൾഡ് ടെസ്റ്റ് എവ്രിതിങ്, ദ ഹോൾ ബൈബിൾ ഇസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ആ പശ്ചാത്തലത്തിലാണ് ചിലർക്ക് ഈ പഴയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകങ്ങൾ 39 പുസ്തകങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പുതിയ നിയമം മതി എന്നൊക്കെ പറയുമ്പോൾ വളരെ അപക്വമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് പ്രേക്ഷകരെല്ലാവരും അത് തിരിച്ചറിയണം. വി നീഡ് ദ ഹോൾ ബൈബിൾ, 66 ബുക്സ് ഓഫ് ദ ബൈബിൾ. പഴയത് ഇല്ലെങ്കിൽ പുതിയത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ജീസസ് തന്നെ, ജീസസിന്റെ ബൈബിൾ അത്, ജീസസ് അതല്ലേ കോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എന്നത് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. യേശുവിന്റെ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമമാണ്. അതിന്റെ നിവൃത്തി എന്ന നിലയിലാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കാണുന്നത്. ഇവിടെയും കർത്താവ് പറയാണ്, ഇത് ഓൾറെഡി പ്രവചിക്കപ്പെട്ടതിന്റെ നിവൃത്തിയാണ്. യേശു അവരോട് നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ഇടയൻ യേശുവാണ്. അതെ, ആ യേശുവിനെ ശിഷ്യന്മാര് ആടുകളാണ്. ശിഷ്യന്മാർ ആടുകളാണ്. ആടുകൾ ചിതറിപ്പോകും, അത് ചിതറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരാരും കൂടെ നിൽക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്, ചിതറിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ സാജുപ്രഭ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. നേരത്തെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്, 14:18 പീറ്ററിനോട് പറയുന്നുണ്ട് ഫെയിലാകുമെന്ന്. ഇവിടെ എല്ലാവരോടും പറയാ നിങ്ങളെല്ലാം ഡെസേർട്ട് ചെയ്യുമെന്ന്. അത് പിന്നീട് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ ദൈവവചനം നിവൃത്തിയാകുമ്പോഴും ദൈവത്തിൻ്റെ പർപ്പസുകൾ ഡിഫീറ്റഡ് ആകുന്നില്ല. കാരണം അടുത്ത വാക്യത്തിൽ 28 എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. അതൊരു ഇവരോട് പറയാണ് യു ഗൈസ് ആർ ഗോയിങ് ടു ഫെയിൽ. എന്നിട്ട് കർത്താവ് അതിനപ്പുറത്ത് പറയാണ് ബട്ട് യു വിൽ ബി ഫോർഗിവൺ. ശുശ്രൂഷയിൽ നിങ്ങൾ ഔട്ടാകുകയല്ല, അവരുടെ ജീവിതത്തിൽ താൽക്കാലികമായി സ്ട്രെസ്സിൻ്റെ നടുവിൽ അവർക്ക് പരാജയമുണ്ടായി, എന്നാൽ അതിനപ്പുറത്ത് കർത്താവ് അവരെ പിന്നത്തേതിൽ ചേർത്തുകൊള്ളും എന്നുള്ള അഷ്വറൻസൂടെ അവർക്ക് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ ഇവര് ആളുകൾ സിൻസിയറാണ്. പക്ഷേ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ, ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴും പത്രോസ് പറയുന്ന കാര്യം 29-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവനോട് എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് കർത്താവിനോട് ലോയൽറ്റി ഉണ്ടാകണമെന്ന്
മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്ന ആളാണ്. അതെ ആഗ്രഹിക്കുന്ന അതെ ആളാണ്. അതെ അതായത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, മരണത്തെ പോലും എന്താണ്, മരിച്ചാൽ പോലും എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഇടറുകയില്ല എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അതെ. പിന്നെ ഇതാ പറ്റിപ്പോയത്, കർത്താവിന്റെ ആ വാണിങ്ങുകൾ സീരിയസ് ആയിട്ട് അദ്ദേഹം എടുക്കേണ്ടതിന് പകരം ഓവർ കോൺഫിഡന്റ് ആയിപ്പോയി. അതെ, കോൺഫിഡൻസ് നല്ലതാ പ്രിയരെ, പക്ഷേ ഓവർ കോൺഫിഡന്റ് ആയിപ്പോയി. കർത്താവ് ആണ് പറയുന്നത്, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം വന്നില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെ, പക്ഷേ പറഞ്ഞത് ആ തീഷ്ണതയിലും സിൻസിയറിറ്റിയിലുമാണ്. താഴെ പറയുന്നത്, യേശു അവനോട് ഇന്ന് രാത്രിയിൽ തന്നെ കോഴി കൂകും, 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് എടുത്തു പറയുന്നത്, അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് അധികമായി പറഞ്ഞെന്ന. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. പത്രോസ് തന്നെയല്ല പറഞ്ഞത്, എല്ലാവരും പറഞ്ഞു. ഇവർ പറഞ്ഞത് വളരെ സിൻസിയറായിട്ട് പറഞ്ഞതാണ്. അതെ. കാരണം ഈ പീഡന കാലയളവിനെ കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സിൻസിയർ ആണെങ്കിലും പീഡനത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്, അത് ഫേസ് ചെയ്യുമ്പോൾ, റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ ആർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. അത് നമുക്കും ഒരുപക്ഷെ സംഭവിച്ചേക്കാം. നമ്മളും ഈ പറയുന്നത് പോലെ നമ്മളും ഇങ്ങനെ പറയുമെങ്കിലും ചിലപ്പം ഈ റിയാലിറ്റിയുടെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴേ വാസ്തവത്തിൽ നമുക്ക് ആ പ്രത്യേക സമയത്ത് നമുക്ക് ദൈവം നിർത്തിയില്ലെങ്കിൽ നിൽക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ അത്ര ബലഹീനരാണ്. എന്നാൽ നമുക്ക് ആഗ്രഹമുണ്ട്, നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, തൻ്റെ ഇടത്തോടെ കാര്യം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾക്ക് ഹ്യൂമൻ ഫ്രെയിലിറ്റി, അത് വി ആർ വെരി ഫ്രെയിൽ പീപ്പിൾ. അപ്പം പ്രത്യേകമായിട്ട് ദൈവം നിർത്തിയില്ലെങ്കിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കത്തില്ല എന്നാണ് നമുക്ക് ഇതിൻ്റെ അകത്ത്. ഞാൻ ഒരിക്കല്, ഇപ്പോഴല്ല, early 80s-ലാണ്, 82-ലോ മറ്റോ, 82-ലോ 83-ലോ ഞാൻ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി അന്ന് ഈ വീഡിയോ പ്ലെയറും VCR-ഉം ഒക്കെ കാസറ്റുകൾ ഇടുക. അപ്പോൾ ഞാൻ കോവാദിസ് എന്ന് പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പീഡനങ്ങളെ വിവരിക്കുന്നതായ ഒരു വീഡിയോ ഈ കോളേജിലെ നമ്മളുടെ സ്റ്റുഡൻസിനെ അവരെ കാണിക്കാനായിട്ട്, അന്നുണ്ടായ പീഡനങ്ങളെ കുറിച്ചൊക്കെ കാണിക്കാനായിട്ട് ഒരു വീട്ടിൽ, അന്ന് എല്ലാ വീട്ടിലും ഒന്നും ഇല്ലല്ലോ, എറണാകുളത്ത് വെച്ച ഒരു വീട്ടിൽ ഞാനിത് കൊണ്ടുപോയി കുറച്ച് സ്റ്റുഡൻസിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇരുന്ന് ഈ വീഡിയോ കാണുകയാണ്. അപ്പോൾ ആ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. അപ്പോൾ അമ്മച്ചിയും വന്നിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിലെ പീഡനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച് എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം, ഈ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതുപോലുള്ള പീഡനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ നിൽക്കുമോ എന്നിങ്ങനെ എൻ്റെ ആത്മഗതമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. ഉടനെ അമ്മച്ചി പറഞ്ഞു, ആഹാ, നിൽക്കത്തില്ലയോ, പിന്നെ എന്തിനാ ഉപദേശിയാന്ന് പറഞ്ഞ് നടക്കുന്നത്, നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വേണമെങ്കിലും വന്നോട്ടെ എന്നുള്ള ഒരിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പീഡനങ്ങളുടെ സമയങ്ങളിലൊക്കെ ആളുകൾ, അതായത് പീഡന കാലയളവിൽ നിലനിന്നവരുടെ സ്റ്റോറി എല്ലാവർക്കും അറിയാം. പക്ഷെ പീഡന കാലയളവിൽ പിന്മാറിപ്പോയവരല്ല, തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഈ ധീരതയോടെ നിൽക്കാൻ കഴിയാതിരുന്ന ഭീരുത്വമുള്ള അനേകരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും, പീഡനങ്ങൾ വരട്ടെ എന്നൊക്കെ പറയും. പക്ഷെ പീഡനങ്ങൾ വരിക എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ആ രീതിയിൽ നിലനിൽക്കാനുള്ള ഒരു ശക്തി പലപ്പോഴും നമുക്ക് ഉണ്ടാകയില്ല എന്നുള്ളത് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ആലോചിച്ച ഒരു കാര്യം, ആമോസിൻ്റെ പ്രവചനത്തിൽ ആമോസിന് ദൈവം കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം വെട്ടുക്കിളി വന്നിട്ട് എല്ലാം തിന്നു കളയുന്നതായ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം തീയ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കാണിക്കുമ്പോഴും ആമോസ് എന്താ ചെയ്യുന്നത്? ആമോസ് ഒരിക്കലും വരട്ടെ എന്ന് പറയുകയല്ല. ആമോസ് അവിടെ ചെയ്യുന്നത്, പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായ സാഹചര്യം ഉണ്ടാകുമ്പോൾ, കർത്താവേ
ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവിർന്ന് നിൽക്കും എന്നാ ചോദിക്കുന്നത്. യാക്കോബ് എങ്ങനെ നിവിർന്ന് നിൽക്കും? അതായത് ശരിക്കും ആമോസ് ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പിടിച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആമോസിന്റെ പ്രാർത്ഥന തന്നെ, കർത്താവെ ഇത്രയും വലിയ പീഡനം വന്നാൽ ഇസ്രായേൽ മക്കൾക്ക്, യാക്കോബിനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് പീഡനമെല്ലാം വന്നോട്ടെ എന്നല്ല പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ സാധാരണക്കാരായ ആളുകളാണ്, അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അതുകൊണ്ട് വലിയ പീഡനമേ ഉണ്ടാകരുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പീഡനം ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷേ സഹിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള ഒരു പീഡനം ഉണ്ടാകരുത്. പത്രോസിന്റെ കാര്യത്തിലും യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, സാത്താൻ നിന്നെ കാറ്റുപോലെ പാറ്റേണ്ടതിന് പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ. കാരണം വിശ്വാസം പൊയ്പോകുക എന്ന് പറയുന്നതാണ് അപ്പോസ്റ്റസി. അതെ, വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം സംഭവിക്കാൻ പല കാരണങ്ങളുള്ളതിലെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഹെവി പെർസിക്യൂഷൻ. ഇപ്പൊ തന്നെ അതൊക്കെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. വന്നവർ എത്രയോ പേര് മടങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പീറ്ററിന്റെ കേസിൽ കർത്താവ് പ്രാർത്ഥിച്ചു, നിന്റെ വിശ്വാസം പൊയ്പോകാതെ ഇരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവരെ വാസ്തവത്തിൽ കർത്താവ് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ എല്ലാം സംഭവിച്ചുവെങ്കിലും കർത്താവ് ഗ്രേഷ്യസ്ലി അവരെ പിന്നീട് ചേർത്ത് പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ കർത്താവിന് തന്നെ അറിയാമായിരുന്നു എങ്ങനെ പിടിച്ചു നിൽക്കും. ആ ഒരു പേടി എന്നുള്ള ഒരു വാക്ക് കറക്റ്റ് അല്ലെങ്കിൽ പോലും. ഇപ്പൊ ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ല് ആയിരുന്നു. എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്ന് തീർന്നപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവിർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ തന്നെ അനുതപിച്ച് ഈ പീഡനത്തിന്റെ കാഠിന്യം കുറച്ചുമെന്നാണ് എൻ്റെ ചിന്ത. പിന്നീടാണെങ്കിലും യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നെന്നാൽ, യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും തിന്നുകളയുവാൻ ഭാവിച്ചു. അപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവിർന്നു നിൽക്കും? ശരിക്കും ഒരു പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ വെറുതെ പ്രവചനം പറയുക മാത്രമല്ല. ഇപ്പം ആമോസിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആമോസ് ഉടനെ പറയുന്നില്ല, കർത്താവ് എന്നെ കാണിച്ചു, ഇത് മുഴുവൻ പുല്ല് മുഴുവൻ. ഇവിടെ ജീസസും അങ്ങനെയാണ്. അതെ, നിങ്ങൾക്ക് ഇത് സംഭവിക്കും, പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ ഗലീലയിൽ പോകും. I'll see you there. ആ ദൂതിനകത്ത് ഈ കംഫർട്ടും ഉണ്ട്, ഒരു ഇന്റർസെഷനും ഉണ്ട്. അതായത് നിന്റെ വിശ്വാസം തകർന്നു പോകാതിരിക്കാൻ. അപ്പൊ ആമോസിനെ, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ഏറ്റവും വലിയ ചുമതല എല്ലാ ദുരന്തങ്ങളും പ്രവചിക്കുക മാത്രമല്ല, അതേസമയം ഞാൻ എപ്പോഴും പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ മുമ്പിൽ ധീരതയോടെ നിൽക്കുന്നവനാണ് അവൻ, പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്നവനാണ്. അങ്ങനൊരു അനുഭവം ശരിക്കും അത്യാവശ്യം. വാസ്തവത്തിൽ ആമോസിന്റെ പുസ്തകം ഇപ്പം ദൈവദാസൻ റെഫർ ചെയ്തു. ആമോസിന്റെ പുസ്തകത്തിൽ എക്സാക്ട്ലി he was a man of tears. Yes. ദൈവസന്നിധിയിൽ ഇടയിൽ നിൽക്കുമ്പോൾ കരയുന്ന മനുഷ്യൻ. ഈവൻ ജെറമായ. He was a man of tears. അതെ. അപ്പോൾ എന്നാൽ എത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രവാചകൻ, ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ദൂതുകളാണ് പറയുന്നത്. വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ തന്നെ കരച്ചിലിന്റെ വീപ്പിംഗ് പ്രോഫറ്റ് ആയിട്ടാണ് ജെറമായ അറിയുന്നത്. അല്ല, നമ്മളും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ പീഡനങ്ങളിലും പ്രതിസന്ധികളിലും നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിനുവേണ്ടി വലിയ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇവിടെയാണെങ്കിലും കർത്താവും അവരോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ എന്നുള്ളതാണ്. നമ്മൾ ലേറ്റർ ഓൺ ഇത്രയും നമ്മള് ഈ പറഞ്ഞതിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു സ്ട്രെസ്സിന്റെ നടുവിൽ നിങ്ങൾ ആഗ്രഹിച്ചതല്ല, നിങ്ങൾക്ക് കർത്താവിനോട് നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എവിടെയോ ഒരു പിന്മാറ്റ അനുഭവം നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
മടങ്ങി വന്നാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കർത്താവിനെയാണ്. Yes. Praise the Lord. ജൂഡസിന് പറ്റിയതുപോലെ ജീവിതത്തിൽ ആർക്കും ഉണ്ടാകരുത്. ഭയങ്കര ഹയർ കോളിംഗ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ജൂഡസ്. പക്ഷെ അനുതാപത്തിനിടം കണ്ടില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ചില സ്ട്രെസ് നമ്മൾ ആഗ്രഹിച്ചതല്ല, നമുക്ക് ബോൾഡായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് എന്തോ കാരണവശാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് അനുതാപമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയത്തെ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ ചേർത്തുകൊള്ളും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ധൈര്യപ്പെടുത്തുന്നത് പീറ്ററിൻ്റെ ആകട്ടെ ബാക്കിയുള്ള ജൂഡസ് ഓഫ് കോഴ്സ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. എന്നാൽ പീറ്ററും ബാക്കിയുള്ള ശിഷ്യന്മാരും ഇവരെല്ലാം മിനിസ്ട്രിയിലും റീഇൻസ്റ്റേറ്റഡ് ആയി. അവർക്കെല്ലാം ശക്തമായ ശുശ്രൂഷകൾ പിന്നത്തേതിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വചനജാലകത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ്. സുവിശേഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ഓരോ എപ്പിസോഡിലും ഒരു ദൂത് ഉണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവർ ജെനുവിൻ ആളുകളാണ്. കർത്താവിന്റെ ദാസൻ അത് ആവർത്തിച്ച് പറഞ്ഞു. അതുപോലെ ബൈബിളും ഇവരെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആസ് ജെനുവിൻ പീപ്പിൾ ജസ്റ്റ് ലൈക്ക് അസ്. അല്ലാതെ പീറ്റർ വേറെ എന്തോ ഒരു സംഭവമായിട്ടല്ല. നമ്മളെപ്പോലുള്ള പച്ച മനുഷ്യര് അവരുടെ ജയപരാജയങ്ങളെ എല്ലാം തുറന്ന് വേദപുസ്തകം കാണിക്കുന്നുണ്ട്. അതിൽ പീറ്ററിനും സഹ ശിഷ്യന്മാർക്കും ഒക്കെ പറ്റിപ്പോയ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കർത്താവ് നേരത്തെ പറയുകയും ചെയ്തു. എന്നാൽ അവരുടെ ജീവിതത്തിൽ വേണ്ട നിലയിൽ അതിന് ഗൗരവം കൊടുത്തില്ല. ഓവർ കോൺഫിഡൻ്റ് ആയി പീറ്റർ. മാത്രമല്ല പിന്നീട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഈ അവരുടെ പ്രെയർലെസ്നെസ്സിനെ കുറിച്ച് നമ്മൾ ഈ ഭാഗം എല്ലാം പഠിക്കുമ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ ഗോഡ് വിൽ ഗിവ് അസ് ഗ്രേസ്. കൃപയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ വി ആർ ലീനിങ് ഓൺ ഗോഡ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒക്കും? ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. സാജി ബ്രദറെ, ഇതിനോട് ചേർന്ന് പ്രേക്ഷകരോട് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്ന് ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇവിടെ നമ്മൾ ഇതിനകത്ത് പിന്നീട് ആണെങ്കിലും താഴോട്ട് വരുമ്പോഴും അവിടെ കാണുന്നത് യേശു അവരോട് പറയുന്നത് പത്രോസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. എന്നാല് അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. അതായത് ഇത് തന്നെയല്ല. അപ്പൊ ഞാന് വാസം പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് ചേർന്ന് തന്നെ പറയാണ്, ശരിക്കും ഈ അപ്പോസ്തോലന്മാരൊക്കെ ഒരു സൂപ്പർ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ ഹ്യൂമൻ അനുഭവം അങ്ങനെ നിൽക്കുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ പരാജയങ്ങളിലൊക്കെ നമ്മളൊരു പക്ഷെ തകർന്നു പോയേനെ. നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ ഇനി കർത്താവ് അക്സെപ്റ്റ് ചെയ്യുമോ ഇതൊരു പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ പിശാച് ഉപയോഗിക്കുന്ന ഒരു വലിയ കെണിയായത്. വിൽ ഗോഡ് ഫോർഗിവ് മീ? വിൽ ഹി അക്സെപ്റ്റ് മീ അഗെയിൻ? പീറ്ററിനെ അതിഗംഭീരമായി ശക്തമായി പെന്തക്കോസ്ത് ദിവസം എഴുന്നേറ്റ് കർത്താവില്ലേ നിർത്തിയത്. എല്ലാ ശിഷ്യന്മാരും ബാക്കിയുള്ള ശിഷ്യന്മാര് പത്രോസിന്റെ കൂടെ എഴുന്നേറ്റ് നിന്നല്ലേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 14 മുതൽ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പിന്നെ ആവർത്തിച്ച് പറയാനുള്ളത്, പിശാചിന്റെ ആ കെണിക്കകത്ത് കുടുങ്ങരുത്. ദൈവം ഇനിയും എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഏതോ ഒരു സന്ദർഭത്തിൽ മനഃപൂർവ്വമല്ല പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്ന് ഐ ഫെൽ. ചിലപ്പോൾ നിങ്ങളെ അത് സംബന്ധിച്ച് ആരെങ്കിലും കുറ്റം വിധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ജെനുവിൻ റിപ്പൻറ്റർ ആണെങ്കിൽ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വീഴ്ചകൾ വന്നതിനെ റെക്ടിഫൈ ചെയ്യാൻ തയ്യാറായാൽ, റിപ്പൻറ്റ് ചെയ്യാൻ തയ്യാറായാൽ, റെസ്റ്റോർ ചെയ്യാൻ കർത്താവ് തയ്യാറാണ്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. സടകുടഞ്ഞ് എഴുന്നേറ്റ് പിന്നീട് ഓട്ടക്കളത്തിൽ പിന്നെയും മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.